എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മഞ്ചേശ്വരത്താണെങ്കിൽ 2021 ഞങ്ങൾ പരാജയപ്പെട്ടത് 745 വോട്ടിനാണ്. അവിടെ എല്ലാം LDF UDF സഖ്യമാണ്. ഇപ്പോൾ പാലക്കാട് ഞങ്ങൾ 2021 പരാജയപ്പെടുന്നത് 3859 വോട്ടിനാണ്. അങ്ങനെ മികച്ച രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, ഞങ്ങൾ വികസനത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ, കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും LDFും UDFും ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ്. വികസനം അവരാരും ഉയർത്തിപ്പിടിക്കുന്നില്ല. ജനങ്ങളുടെ ഡെവലപ്മെൻറ്റ് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ എന്താണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉള്ള അവസരമുണ്ടാകുമ്പോൾ, ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷമായി കേരളത്തിന് കൊടുത്തിട്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് പദ്ധതികൾ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കേരളത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ, പോസിറ്റീവായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ LDF UDF ഒത്തുകളിച്ച് കേരളത്തിൽ, നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമാണ്. അത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയാണ്. രണ്ടുപേരും ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഗീയ രാഷ്ട്രീയം, വിദ്വേഷ രാഷ്ട്രീയം, ജനങ്ങളിൽ പൊരുത്തമില്ലാത്ത രാഷ്ട്രീയം, അതുകൊണ്ട് കേരളം തകർന്ന് നാമാവിശേഷമായിരിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സമ്പൂർണ്ണമായ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 100% പോസിറ്റീവായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ, ഞങ്ങൾ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, സമയനിഷ്ഠമായി മുൻഗണനാക്രമത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി പറയുന്ന പോലുള്ള ഉട്ടോപ്യൻ ആശയങ്ങളൊന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല. ഇപ്പോൾ KSRTCയിൽ സൗജന്യമായി ബസ് യാത്ര അനുവദിക്കും എന്നാണ് പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ കടവാണ്. കേരളത്തിൽ ആകെ വരുമാനമുള്ളത് കള്ള് കച്ചവടവും ലോട്ടറി കച്ചവടവും മാത്രമാണ് വരുമാനം. എന്ത് പഠിച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ നടത്തി അവിടെ സാമ്പത്തികമായി എല്ലാ മേഖലകളും തകർന്ന് നാമാവിശേഷമായി പോയി. അപ്പോൾ ഒരുതരം ഉട്ടോപ്യൻ ആശയങ്ങൾ, ജനങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് അകലുമ്പോൾ, ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു ബദലിന് വേണ്ടി ത്രിപുരയിലുണ്ടായ പോലെ, മറ്റ് അയൽ സംസ്ഥാനങ്ങളിലുണ്ടായ പോലെ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ സ്വീകാര്യതയോടുകൂടി NDA കാണുമ്പോൾ ഇപ്പോൾ നടത്തുന്ന കള്ളപ്രചരണം ഒരിക്കലും പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല. അങ്ങ് LDFൻ്റെ വോട്ട് വാങ്ങിക്കോളൂ, LDFൻ്റെ ഒത്താശ നടത്തിക്കോളൂ. നിങ്ങൾ തമ്മിൽ അന്തർധാര ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം തമ്പടിച്ച സമയത്ത് ആരൊക്കെയായിട്ടാണ് സംസാരിച്ചതെന്ന് വെളിപ്പെടുത്തണം. ആരൊക്കെയായിട്ട് നിങ്ങൾ അത്താഴ വിരുന്നിൽ പങ്കെടുത്തു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ രീതിയിൽ നിങ്ങൾ നടത്തിയ ഈ പൊറോട്ട നാടകം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നാടകം, കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെ അവരെ മുഴുവൻ ഒരു സൂചിമ നിർത്തി ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും LDFൻ്റെയും ശ്രമത്തിനെതിരായി 100% പോസിറ്റീവായ രീതിയിൽ വികസനത്തിൻ്റെ രാഷ്ട്രീയം ദേശീയ നേതാക്കന്മാരുൾപ്പെടെ 140 നിയോജക മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യും. ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം ദേശീയ ജനാധിപത്യ സഖ്യം സംഘടിപ്പിക്കും. 100% വീടുകളിൽ കയറിയിറങ്ങി പോസിറ്റീവായ രീതിയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ മാതൃകാപരമായി നടപ്പാക്കിയ കാര്യങ്ങൾ അത് സമയബന്ധിതമായി കേരളത്തിൽ ഇന്ന രീതിയിൽ നടപ്പാക്കും എന്ന് ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ 12 വർഷമായി കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള മോഡി സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പദ്ധതികൾ, വികസന പദ്ധതികൾ, അതിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തതയോടുകൂടിയുള്ള കോൺട്രിബ്യൂഷൻ, ഇത് മുഴുവൻ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന 100% പോസിറ്റീവായ ഒരു പൊളിറ്റിക്സാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഈ LDF UDF കൂട്ടുകെട്ട്, ഈ അന്തർധാര, ഈ കൂറുമുന്നണി, ഈ ഇന്ത്യ സഖ്യം, അതിനെതിരെ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രചരണം നടത്തുന്നത് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.